നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനാവരുത് അധികൃതർ വിളിച്ചു ചേർക്കുന്ന ചർച്ചകൾ. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനും കേൾക്കാനും ചർച്ചകളിൽ അവസരമുണ്ടാവണം. ചർച്ചകളുടെ പേര് പറഞ്ഞ് പദ്ധതികൾ നീണ്ടുപോകുന്ന സാഹചര്യം ഒഴിവാക്കുകയും വേണം. പ്രധാന വാർത്തകളിലേക്ക്. മഴക്കാലപൂർവ്വ ശുചീകരണം. കോർപ്പറേഷൻ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ നിന്നും വ്യാപാരികൾ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോക്ക് നിവേദനങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് MP വീരേന്ദ്രകുമാറിന്റെ തെരഞ്ഞെടുപ്പ് തോൽവി UDF ഗൌരവമായി കാണണമെന്ന് സോഷ്യലിസ്റ്റ് യുവജനത സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ. മത്സരിപ്പിച്ചവർക്ക് ജയിപ്പിക്കാനും ബാധ്യതയുണ്ടെന്നും അദ്ദേഹം. അടുക്കളയിൽ നിന്നും അന്യമായ നല്ല ഭക്ഷണവുമായി ഗ്രീൻ വ്യൂ അടുക്കള ഭക്ഷ്യമേള കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാർ കനത്ത തോൽവി നേരിട്ടതു സംബന്ധിച്ച് കോൺഗ്രസ് ജില്ലാ നേതൃത്വം അന്വേഷിക്കുമെന്ന പ്രഖ്യാപനം തങ്ങളെ അവഹേളിക്കലാണെന്ന് സോഷ്യലിസ്റ്റ് യുവജനത സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ. സംഭവം UDF സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്യണമെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാർട്ടിക്ക് വലിയ താൽപര്യമുള്ള മണ്ഡലമായിരുന്നില്ല പാലക്കാടെന്ന് സോഷ്യലിസ്റ്റ് യുവജനത സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ പറഞ്ഞു. വടകരയോ വയനാടോ ആയിരുന്നു പാർട്ടിക്ക് താൽപര്യം. എന്നിട്ടും കോൺഗ്രസ് നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പാലക്കാട്ട് മത്സരിക്കാമെന്ന് സമ്മതിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാറിനെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തവും കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ വ്യാപകമായ വോട്ട് ചോർച്ചയാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായതെന്ന് സലീം മടവൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടെ തോൽപ്പിക്കുകയാണ് നടന്നത്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ കരാറിന്റെ ഭാഗമല്ല. തോറ്റാൽ എന്നാ പറഞ്ഞത്. ഇവിടെ തോൽപ്പിക്കുകയാണ്. മണ്ഡലത്തിൽ 1 ലക്ഷത്തോളം പുതിയ വോട്ടുകളാണ് ഇത്തവണ ചേർക്കപ്പെട്ടത്. എന്നിട്ടും കഴിഞ്ഞ തവണ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സതീശൻ പാച്ചേനിക്ക് ലഭിച്ചതിനേക്കാൾ 30,000 വോട്ടുകൾ ഇത്തവണ UDFന് കുറഞ്ഞു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് കാലത്തെ ഫോൺ കോളുകൾ ഉൾപ്പെടെ പരിശോധന വിധേയമാക്കണം. ഇക്കാര്യം സംബന്ധിച്ച് കോൺഗ്രസ് ജില്ലാ നേതൃത്വം അന്വേഷിക്കുമെന്ന പ്രസ്താവന തങ്ങളെ അവഹേളിക്കലാണ്. അതിനാൽ UDF സംസ്ഥാന നേതൃത്വം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും സലീം മടവൂർ ആവശ്യപ്പെട്ടു. അവിടെ മത്സരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റവും ചുരുങ്ങിയത് UDFന്റെ ഉത്തരവാദപ്പെട്ട വോട്ടുകൾ അദ്ദേഹത്തിന് ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ UDF നേതൃത്വത്തിനുണ്ടായിരുന്നു. അതേ ഞാൻ പറഞ്ഞു. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മലപ്പുറം UP സ്കൂൾ തകർത്ത സംഭവത്തിൽ മാനേജർക്കെതിരെ നടപടി വൈകുന്നതിനെ സംബന്ധിച്ച് DDEയോട് അന്വേഷിക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. ചൊവ്വാഴ്ച രാവിലെയാണ് 20ഓളം വരുന്ന SFI പ്രവർത്തകർ DDE ഓഫീസിലെത്തിയത്. അന്വേഷണം വാഗ്വാദത്തിലെത്തിയതാണ് പോലീസ് ഇടപെട്ടത്. മലപ്പുറം UP സ്കൂൾ തകർത്ത സംഭവത്തിൽ 1 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. ഏപ്രിൽ 11 പുലർച്ചെയാണ് മാനേജറുടെ ഒത്താശയോടെ സ്കൂൾ JCB ഉപയോഗിച്ച് തകർത്തത്. മാനേജറുടെ സഹോദരനെ അറസ്റ്റ് ചെയ്തെങ്കിലും യഥാർത്ഥ പ്രതിയുടെ അറസ്റ്റ് നീളുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദിക്കാനെത്തിയ SFI പ്രവർത്തകരെ DDE ഓഫീസ് പരിസരത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചർച്ച വാഗ്വാദത്തിലെത്തിയതോടെയാണ് പോലീസ് ഇടപെട്ടത്. 20ഓളം വരുന്ന SFI പ്രവർത്തകരെ കസബ CI AJ ബാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു.
SFI ജില്ലാ സെക്രട്ടറി MK നികേഷ്, പ്രസിഡന്റ് MM ജിജേഷ്, M അശ്വന്ത്, VP അമർജിത്ത് എന്നിവരുൾപ്പെട്ട പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. സ്കൂൾ മാനേജറുടെ അറസ്റ്റ് നീളുകയാണെങ്കിൽ SFIയുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമെന്ന് ജില്ലാ നേതൃത്വം പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിൽ നിന്നും വ്യാപാരികൾ ഇറങ്ങിപ്പോയി. തങ്ങളുടെ നിവേദനങ്ങൾ പരിഗണിക്കാതെ കോർപ്പറേഷൻ നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു വ്യാപാരികളുടെ ഇറങ്ങിപ്പോക്ക്. ചൊവ്വാഴ്ച ടാഗോർ സെന്റിനറി ഹാളിലായിരുന്നു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും വ്യാപാരികളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും യോഗം സംഘടിപ്പിച്ചത്. യോഗം ചടങ്ങിൽ മാത്രം ഒതുക്കി പിരിച്ചുവിടാൻ ശ്രമിച്ചത് വ്യാപാരികൾ ചോദ്യം ചെയ്തു. ഒരു ചർച്ചയോ തീരുമാനമോ എടുക്കാതെയാണ് യോഗം പിരിച്ചുവിടാൻ ശ്രമിച്ചത്. ഇക്കഴിഞ്ഞ വേനൽ മഴയിൽ നഗരത്തിലെ വ്യാപാരികൾക്കുണ്ടായ ദുരിതം സംബന്ധിച്ച് മേയർ അടക്കമുള്ളവർക്ക് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിവേദനം നൽകിയിരുന്നു. എന്നാൽ തങ്ങളുടെ ഒരു പ്രശ്നങ്ങളും ചർച്ചയ്ക്കെടുക്കാതെ കോർപ്പറേഷന്റെ തീരുമാനങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിൽ വ്യാപാരികൾ പ്രതിഷേധിച്ചു. മേയർ അടക്കമുള്ള ജനപ്രതിനിധികൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷ വിമർശനവുമായി വ്യാപാരികൾ തിരിഞ്ഞു. തുടർന്ന് യോഗം നടന്ന ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇതേക്കുറിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി T മുഹമ്മദ് അലി: ഞങ്ങൾ ധർണ വരെ മാറ്റി വെച്ചിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് അതിന് എന്തെങ്കിലും കുറച്ചെങ്കിലും പരിഹാരം റെമഡി കാണും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഒന്നും കാണാത്ത നിലയിൽ ഇവര് പറയുന്നത് മാത്രം അംഗീകരിച്ചുകൊണ്ട് പോകാൻ നിവൃത്തിയില്ല. ഞങ്ങളെ സമരമായിട്ട് മുന്നോട്ട് പോകും. വ്യാപാരികളുടെ ആവശ്യം ന്യായമാണെന്നും പരിശോധിച്ച് ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ യോഗാനന്തരം പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണം പൂർണ്ണമാവണമെങ്കിൽ വ്യാപാരികളുടെ സഹകരണം വേണമെന്നും ഇതിന് എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും മേയർ കൂട്ടിച്ചേർത്തു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P മോഹനൻ, ജാനമ കുഞ്ഞുണ്ണി, T രജനി, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ എന്നിവരും പങ്കെടുത്തു. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതി സമൂഹത്തിന്റെ താഴേക്കിടയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി അംഗൻവാടി ടീച്ചർമാർക്ക് പരിശീലനം ആരംഭിച്ചു. കുടുംബശ്രീ മുഖാന്തരമാണ് ഈ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. കുട്ടികളുടെ ബുദ്ധിവികാസത്തിലും സ്വഭാവ രൂപീകരണത്തിലും അംഗൻവാടി ടീച്ചർമാരുടെ പങ്ക് വളരെ വലുതാണ്. ഇതിനെ മുൻനിർത്തിയാണ് സോഷ്യൽ സെക്യൂരിറ്റി മിഷനു കീഴിൽ പ്രവർത്തിക്കുന്ന അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ ORC അംഗൻവാടി ടീച്ചർമാർക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചത്. പ്രത്യേകിച്ചും അംഗൻവാടി ടീച്ചർമാരുടെ പ്രവർത്തനം താഴേക്കിടയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. അധ്യാപകർക്കും തന്നെ അവർക്ക് അവരുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടുള്ള പാരന്റിങ്ങിനെ കുറിച്ചും കുട്ടികളുടെ ബുദ്ധിവികാസത്തെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്. ജനനം മുതൽ 8 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ബുദ്ധിവികാസം ഉണ്ടാകുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ സമയത്താണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലയളവിൽ രക്ഷിതാക്കൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾ ചെലവഴിക്കുന്നത് ഈ അംഗൻവാടി അധ്യാപകരുടെ കൂടെയാണ്. കഴിഞ്ഞ 4 മാസമായി കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള അംഗൻവാടി ടീച്ചർമാർക്ക് ബോധവൽക്കരണ ശില്പശാല നടത്തിവരുന്നുണ്ട്. കോഴിക്കോട് സൈനിക ക്ഷേമ ഓഫീസിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ ORC റിസോഴ്സ് പേഴ്സൺ PV അശോകൻ ക്ലാസ് എടുത്തു. ORC കോർഡിനേറ്റർ ലത്തീഫ് ഒളവണ്ണ, പ്രൊഫസർ PI ജോൺ, മേഴ്സി ജോസ് എന്നിവർ സംബന്ധിച്ചു. അടുക്കളയിൽ നിന്ന് അന്യമായ നല്ല ഭക്ഷണവുമായി അടുക്കള ഭക്ഷ്യമേള കോഴിക്കോട്ട് നളന്തയിൽ ആരംഭിച്ചു. ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെയ് 20 മുതൽ 24 വരെ രാവിലെ 11 മുതൽ രാത്രി 9 വരെയാണ് മേള നടക്കുന്നത്. മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. മലയാളിയുടെ അടുക്കളയിൽ നിന്ന് പടിയിറങ്ങിയ നല്ല ഭക്ഷണങ്ങളെ വീണ്ടും തീന്മേശയിലെത്തിക്കുകയാണ് അടുക്കള ഭക്ഷ്യമേള. മലയാളി കണ്ടുപരിചയിച്ച പതിവ് ഭക്ഷ്യമേളയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായൊരു ഭക്ഷ്യമേളയാണ് കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെ ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മ മെയ് 20 മുതൽ 24 വരെ ഹോട്ടൽ നളന്ത ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നത്. വർത്തമാനകാല മലയാളിയുടെ തീന്മേശയിലെ പതിവ് ഭക്ഷ്യവിഭവങ്ങളായ നെയ്ച്ചോർ, ബിരിയാണി, പൊറോട്ട, ഐസ്ക്രീം എന്നിവയെല്ലാം മാറ്റി നിർത്തി
പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്ത കാർഷിക വിളകളുടെ വിഭവങ്ങളും കടൽ പുഴ മത്സ്യങ്ങളും ഉപയോഗിച്ച് സ്ത്രീകൾ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ പാചകം ചെയ്ത അതേ രുചിയോടെയുള്ള ഭക്ഷണങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകനായ ഗ്രീൻവ്യൂ പ്രസിഡന്റ് MP രജുൽ കുമാർ പറഞ്ഞു. വിവിധയിനം കിഴങ്ങുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പുഴുക്കുകൾ, തേങ്ങാപ്പാൽ കഞ്ഞി, ചീരാമുളകിന്റെ ചമ്മന്തി, വിവിധയിനം ഷാപ്പുകറികൾ, കപ്പയുടെ വിവിധ വിഭവങ്ങൾ, ചക്കപ്പുഴുക്ക്, മാങ്ങ, ചക്ക, പൈനാപ്പിൾ തുടങ്ങിയ വിവിധതരം പഴവർഗ്ഗങ്ങൾ കൊണ്ട് പ്രത്യേകം തയ്യാർ ചെയ്യുന്ന പുതുമയാർന്ന പലഹാരങ്ങൾ, തലശ്ശേരി, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ നാടൻ പലഹാരങ്ങൾ തുടങ്ങിയവയും ഭക്ഷ്യമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. മേയർ AK പ്രേമജം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ P കിഷൻചന്ദ് അധ്യക്ഷം വഹിച്ചു. രാവിലെ 11 മുതൽ രാത്രി 9 മണിവരെയാണ് അടുക്കള ഭക്ഷ്യമേള നടക്കുന്നത്. ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം പ്രത്യേകം തയ്യാറാക്കിയ ഉയരം കുറഞ്ഞത് 3 വർഷം കൊണ്ട് കായ്ക്കുന്നതുമായ മാവിൻ തൈകൾ, തേൻവരിക്ക പ്ലാവിൻ തൈകൾ എന്നിവ വാങ്ങാനുള്ള സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വാർത്തകളിൽ ഇടവേള. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കക്കോടിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. രശ്മി ഇലക്ട്രിക്കൽസിലും സ്പൈഡർനെറ്റ് കേബിൾ TV കക്കോടി കൺട്രോൾ റൂമിലുമാണ് തീപിടുത്തമുണ്ടായത്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കച്ചവട രേഖകളും കത്തിനശിച്ചു. സംഭവം സംബന്ധിച്ച് ചേവായൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കക്കോടിയിലെ പ്രമുഖ ഇലക്ട്രിക്കൽ വ്യാപാര സ്ഥാപനമായ രശ്മി ഇലക്ട്രിക്കൽസിന്റെയും സ്പൈഡർനെറ്റ് കേബിൾ TVയുടെ ഓഫീസുമാണ് തീപിടുത്തത്തിൽ കത്തിനശിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 3:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 83 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് തീപിടുത്തത്തിൽ കണക്കാക്കുന്നത്. കേബിൾ TV ഉപകരണങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും കണക്കുകളും രേഖകളും മറ്റുമടങ്ങിയ ഫയലുകളും പൂർണ്ണമായി കത്തിനശിച്ചു. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ അട്ടിമറിക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് സ്പൈഡർനെറ്റ് MD K സത്യപാലൻ പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ടാണോ എന്ന് തീർത്തും പറയാൻ പറ്റില്ല. എന്തെങ്കിലും അട്ടിമറിന്റെ പിന്നിലുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് വന്ന് ഒക്കെ എടുത്തു പോയിട്ടുണ്ട്. കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനവും അതിൻ്റെ അകത്തുള്ള ഫർണിച്ചറും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് സാധനം, ഒരു സാധനം ബാക്കിയില്ല. വെള്ളിമാടുകുന്ന് ഫയർഫോഴ്സിലെ 2 യൂണിറ്റുകളെത്തിയാണ് തീയണച്ചത്. പുലർച്ചെ തീപിടുത്തമുണ്ടായി ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷമാണ് ഉടമസ്ഥർ വിവരമറിഞ്ഞത്. തുടർന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. തീപിടുത്തം മൂലം സ്പൈഡർനെറ്റിന്റെ കേബിൾ സംപ്രേഷണവും ഭാഗികമായി തടസ്സപ്പെട്ടു. ചേവായൂർ പോലീസ് സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് അനുകൂലമായി ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നുവെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM അഷ്റഫ്. പാർട്ടി സ്ഥാനാർത്ഥികൾ നല്ല തോതിൽ വോട്ട് നേടിയ പശ്ചാത്തലത്തിൽ ബദൽ രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് SDPI മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ മുഴുവൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നെങ്കിലും BJP ജയിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുക എന്നത് തങ്ങളുടെ നയമായിരുന്നെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM അഷ്റഫ് പറഞ്ഞു. BJPക്ക് ജയസാധ്യതയില്ലെന്ന് കരുതിയാണ് തിരുവനന്തപുരം ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പെടുത്തതോടെ കോൺഗ്രസ് CPM വോട്ടുകൾ വ്യാപകമായി BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മറിയുന്നതിനുള്ള സാധ്യതകൾ കണ്ടുതുടങ്ങി. ഈ സാഹചര്യത്തിലാണ് BJPക്കെതിരെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശശി തരൂരിന് അനുകൂലമായ തീരുമാനം കൈക്കൊണ്ടതെന്നും KM അഷ്റഫ് വിശദീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം 2,73,849 വോട്ടുകളുമായി SDPI കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമായി മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ബദൽ രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് SDPI മുൻകൈയെടുക്കും. LDFനും UDFനും BJPക്കും ബദലായിരിക്കും പുതിയ പ്രസ്ഥാനം. മോദിക്കെതിരെ സംസാരിക്കുകയും മതേതര വോട്ടുകളുടെ ഏകീകരണത്തിനായി ശ്രമിക്കുന്നുവെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ BJPക്ക് വോട്ടുകൾ മറിച്ചു നൽകാൻ മാത്രം ദുർബലമാണ് CPMന്റെ മതേതര ബോധമെന്ന് വ്യക്തമായതായും SDPI നേതാക്കൾ പറഞ്ഞു. കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, തൊഴിലാളികൾക്ക് DA കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BSNL കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ
കോഴിക്കോട് SSA ആഭിമുഖ്യത്തിൽ BSNL ജനറൽ മാനേജർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി M. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. BSNL കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ കോഴിക്കോട് SSA ആഭിമുഖ്യത്തിൽ BSNL GM ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിലാളികൾക്ക് DA കുടിശ്ശിക അനുവദിക്കുക, തിരിച്ചെടുത്ത വീക്കിലി ഓഫ് പുനഃസ്ഥാപിക്കുക, ഓഫീസിലെ ടെൻഡർ നടപടി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി M. വിജയകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BSNL തൊഴിലാളികളോട് ചെയ്തുവരുന്ന തെറ്റായ സമീപനം അവസാനിപ്പിക്കണമെന്നും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പല കാര്യങ്ങളിലും മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നടപടികൾ അത് തൊഴിലാളികൾക്കെതിരാണ്, അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിനുമെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും മാറ്റിക്കൊണ്ട് സ്ഥാപനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട്, തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ സ്ഥാപനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. BSNL CCLU ജില്ലാ പ്രസിഡന്റ് KV ജയരാജൻ, ജില്ലാ സെക്രട്ടറി CK വിജയൻ, അസിസ്റ്റന്റ് സെക്രട്ടറി K. ശ്രീനിവാസൻ, രാധ എന്നിവർ സംസാരിച്ചു. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ലേഡീസ് വിംഗിന്റെ പുതിയ ബാച്ച് ഷൈഖ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക അനീതികൾക്കെതിരെ ഖുർആൻ നയിക്കുന്ന സന്ദേശം ഇക്കാലത്ത് കൂടുതൽ പ്രസക്തമാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഖുർആൻ ഹദീസ് പഠനരംഗത്തെ കോഴിക്കോട്ടെ ശ്രദ്ധേയമായ സ്ഥാപനമാണ് സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ. SLRCക്ക് കീഴിൽ വിവിധയിടങ്ങളിൽ ഖുർആൻ പഠന കേന്ദ്രങ്ങൾ നടന്നുവരുന്നുണ്ട്. SLRC വനിതകൾക്കായി നടത്തുന്ന ഖുർആൻ പഠന ക്ലാസിന്റെ ഏറ്റവും പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനമാണ് ഫ്രാൻസിസ് റോഡിലെ ഓഫീസിൽ നടന്നത്. മലേഷ്യയിൽ നിന്നുള്ള മതപ്രബോധകൻ ഷെയ്ഖ് ഹുസൈൻ ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക അനീതികൾക്കെതിരിൽ ഖുർആൻ നൽകുന്ന സന്ദേശം ഇക്കാലത്ത് കൂടുതൽ പ്രസക്തമാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. The book that will give you the knowledge that you need in this world and the knowledge about al-akhirah. The only book that can save us from inna azabi la-shadid. But if you are not thankful, you have the best book, Al-Quran al-Karim. K. ഇഫ്തിഖാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KV അബ്ദുൽ ലത്തീഫ് മൗലവി, KM മുഹമ്മദ് ഷരീഫ്, മുസ്തഫ കവൂർ, EKM പന്നൂർ, നിസാർ ഒളവണ്ണ, K. മുഹമ്മദ് കമാൽ, P. ഹാറൂൺ തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം ആരംഭിച്ചു. മാനാഞ്ചിറ ക്രൌൺ തിയേറ്ററിന് മുൻവശത്താണ് ഇന്റർനാഷണൽ ബേർഡ്സ് ആൻഡ് അക്വാ പെറ്റ് ഷോ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് സൌജന്യ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നതിലേക്ക് വേണ്ടിയാണ് കോഴിക്കോട്ടെ നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് എംവാർ ഇവന്റ്സ് കോഴിക്കോട് ആഭിമുഖ്യത്തിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. മെയ് 20 മുതൽ ജൂൺ 1 വരെ മാനാഞ്ചിറ കോൺട്രസ്റ്റ് ഗ്രൌണ്ടിലാണ് ഇന്റർനാഷണൽ ബേർഡ്സ് ആൻഡ് അക്വാ പെറ്റ് ഷോ നടക്കുന്നത്. ലോകത്തിലെ 20ലധികം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വർണ്ണ പക്ഷികളും അലങ്കാര മത്സ്യങ്ങളും പ്രദർശനത്തിലുണ്ട്. കൂടാതെ ഫ്ലവർ ഷോ, വിപണനമേള, ഭക്ഷ്യമേള എന്നിവയും പ്രദർശനത്തിന് മാറ്റുകൂട്ടുന്നു. ലോകത്തിലെ ഏറ്റവും സൌന്ദര്യം കൂടിയ പക്ഷി എന്നറിയപ്പെടുന്ന സൌത്ത് അമേരിക്കയിലെ മെക്കാവ്, ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന മലയാളം സംസാരിക്കുന്ന ഗ്രേ പാരറ്റ്, കൂടാതെ മനുഷ്യനെ കൂട്ടമായി ആക്രമിക്കുന്ന പിരാന, അരാപൈമ തുടങ്ങി അലങ്കാര മത്സ്യങ്ങളും പ്രദർശനത്തിന്റെ പ്രത്യേകതകളാണ്. പ്രത്യേകിച്ച് മലബാറിൽ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പക്ഷികളും അലങ്കാര മത്സ്യങ്ങളുമാണ് പ്രദർശനത്തിലെ പ്രധാന ഇനങ്ങൾ. സൗത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഈ മെക്കാവ് എന്ന് പറഞ്ഞ പക്ഷി നമ്മളോട് വളരെ ഇണങ്ങുന്നതാണ്. 4 മാസം മാത്രം പ്രായമായതാണ് ഈ പക്ഷി. ഇതിന് 2 ലക്ഷത്തോളം രൂപ ഇപ്പോൾ വില വരും. മുതിർന്നവർക്ക് 30 രൂപയും 9 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. പ്രദർശനം രാവിലെ 11:30 ആരംഭിച്ച് രാത്രി 9:30 അവസാനിക്കും. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. വാർത്തകൾ തുടരുന്നു.
കോഴിക്കോട് ജില്ലാ സോഫ്റ്റ് ബോൾ അസോസിയേഷൻ നേതൃത്വത്തിൽ 35ാമത് ദേശീയ ഗെയിംസ് ഓർഗനൈസിംഗ് സെക്രട്ടറിയെ ചുമതലയേറ്റ കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി PA ഹംസയ്ക്ക് സ്വീകരണം നൽകി. KDC ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉപഹാരം നൽകി. വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ദേശീയ ഗെയിംസ് ഓർഗനൈസിംഗ് സെക്രട്ടറിയെ ചുമതലയേറ്റ കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി PA ഹംസയെ ജില്ലാ സോഫ്റ്റ് ബോൾ അസോസിയേഷൻ ആദരിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹാന്മാരായി ജനിക്കുന്നവരും മഹത്വം ആർജിക്കുന്നവരും മഹത്വം ആരോപിക്കുന്നവരുടെയും കാലഘട്ടത്തിൽ തന്റെ കഴിവുകൾ ഒരു പ്രത്യേക മേഖലയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നാട് സംസ്കാരത്തെ വളർത്തുന്നതിന് വേണ്ടി, നാളെ കായിക മേഖല വളർത്തുന്നതിന് വേണ്ടി സമർപ്പിക്കുക എന്ന ആത്മസമർപ്പണത്തിന്റെ ആ വലിയ ദൌത്യം ഏറ്റെടുത്ത അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ 35ാമത് ദേശീയ ഗെയിംസിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി അവരോധിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. ജില്ലാ സോഫ്റ്റ് ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് P മുഹമ്മദ് നജീബ് അധ്യക്ഷം വഹിച്ചു. സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി KCM ബഷീർ, കട്ടയാട്ട് വേണുഗോപാൽ, ഡോക്ടർ K മൊയ്തു, KP വസന്തരാജ്, M പത്മനാഭൻ, KPU അലി, കബീർ സലാല എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ KC അഫ്ന, ദേശീയ സോഫ്റ്റ് ബോൾ താരങ്ങളായ P അമിത, VK അതുല്യ, A മിഥുൻലാൽ, A അനീസ്, ഹെന്ന നജീബ് എന്നിവരെ അനുമോദിച്ചു. ജില്ലാ സോഫ്റ്റ് ബോൾ അസോസിയേഷൻ സെക്രട്ടറി AK മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് TM അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു. സുപ്രീം കോടതി നിർദ്ദേശിച്ചതുപോലെ തമിഴ്നാടുമായി സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ഒരു സംയുക്ത നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച മുല്ലപ്പെരിയാർ സംവാദം നിർദ്ദേശിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കോഴിക്കോട് പ്രാദേശിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സംവാദം നടന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനം നടത്തണമെന്നും ജലനിരപ്പ് ഉയർത്തുന്നതിനെ പ്രതിരോധിക്കണമെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കോഴിക്കോട് ലോക്കൽ സെന്ററിന്റെയും സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. അണക്കെട്ടിന്റെയും ജനങ്ങളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണേണ്ടതുണ്ട്. സുപ്രീംകോടതി നിർദ്ദേശിച്ചതുപോലെ തമിഴ്നാടുമായി സൌഹാർദ്ദപരമായ ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് സംയുക്ത നിർദ്ദേശം മുന്നോട്ട് വയ്ക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സ്പോർട്സ് കൌൺസിൽ നടന്ന യോഗത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ A അച്യുതൻ മുല്ലപ്പെരിയാർ ഇനി എന്ത് എന്ന വിഷയത്തിൽ സംസാരിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ജില്ലാ ലോക്കൽ സെന്റർ ചെയർമാൻ MS ജോസഫ് അധ്യക്ഷനായിരുന്നു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് K പ്രഭാകരൻ, K ശ്രീധരൻ, PN അജയൻ, മണലിൽ മോഹനൻ, K ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകനും PRD മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ EP ശ്രീനിവാസന്റെ നിര്യാണത്തിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അനുശോചിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസ് ക്ലബിലും പുരോഗമന കലാ സാഹിത്യ സംഘം അളകാപുരിയിലും മൈത്രി ഫോറം ടൌൺ ഹാളിലുമാണ് അനുശോചന യോഗം ചേർന്നത്. PRD റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടറും മാധ്യമപ്രവർത്തകനുമായിരുന്ന EP ശ്രീനിവാസന്റെ വേർപാടിൽ കാലിക്കറ്റ് പ്രസ് ക്ലബിൽ ചേർന്ന യോഗം അനുശോചിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് K പ്രേംനാഥ്, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് TP ദാസൻ, ദേശാഭിമാനി ചീഫ് ന്യൂസ് എഡിറ്റർ PP അബൂബക്കർ, മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, VE ബാലകൃഷ്ണൻ, M ജയതിലകൻ, AV ആലിക്കോയ, KP കുഞ്ഞിമൂസ, P ദാമോദരൻ, KM അബ്ബാസ്, കോയ മുഹമ്മദ്, K സലീം, ഹരിദാസൻ പാലയിൽ, TK ബാലനാരായണൻ എന്നിവർ സംസാരിച്ചു. MP രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന EP ശ്രീനിവാസന്റെ നിര്യാണത്തിൽ പുരോഗമന കലാ സാഹിത്യ സംഘം അളകാപുരിയിൽ അനുശോചന യോഗം ചേർന്നു. ജില്ലാ സെക്രട്ടറി VT സുരേഷ് അധ്യക്ഷനായിരുന്നു. K ചന്ദ്രൻ, അഡ്വക്കേറ്റ് M രാജൻ, ഭാസി മലാപ്പുറമ്പ്, ഡോക്ടർ U ഹേമന്ത് കുമാർ, TP മമ്മു, K സലീം, PMV പണിക്കർ, KS വെങ്കിടാചലം എന്നിവർ സംസാരിച്ചു. EP ശ്രീനിവാസന്റെ നിര്യാണത്തിൽ മൈത്രി ഫോറം അനുശോചിച്ചു. പൂനൂർ K കരുണാകരൻ അധ്യക്ഷം വഹിച്ചു. KP കുഞ്ഞിമൂസ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, PA റഷീദ്, KP ബഷീർ, അമ്പലപ്പള്ളി മാമുക്കോയ, M മൊയ്തീൻ, ജമാൽ കൊച്ചങ്ങാടി, ശശീന്ദ്രൻ, PT സലീം, TV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബസ് ചാർജ് വർധന പിൻവലിക്കുക, ഫെയർ സ്റ്റേജ് പുനർനിർണയിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബസ് പാസഞ്ചേഴ്സ് ആക്ഷൻ ഫോറം പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഉപഭോക്തൃ സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് TKA അസീസ് ഉദ്ഘാടനം ചെയ്തു. ബസ് ചാർജ് വർധന സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി ജനങ്ങളെ വഞ്ചിച്ചതായി ബസ് ചാർജ് വർധനയ്ക്കെതിരെ കോഴിക്കോട് ഓഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു.
ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രൂപവൽക്കരിച്ച ബസ് പാസഞ്ചേഴ്സ് ആക്ഷൻ ഫോറമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹൈക്കോടതിയുടെ നേരത്തെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതെയും ജനവികാരം കണക്കിലെടുക്കാതെയുമാണ് 1.5 വർഷത്തിനു ശേഷം വീണ്ടും ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്. 10% വർധന എന്ന് കബളിപ്പിച്ച് 30% വർദ്ധിപ്പിച്ചത്. ബസ് ഉടമകൾക്ക് പക്ഷം ചേർന്നുള്ള റിപ്പോർട്ടാണ് കമ്മിറ്റി നൽകിയത്. സ്വകാര്യ ബസ് മേഖല നഷ്ടത്തിലാണെന്നാണ് ഉടമകളുടെ പരാതി. എന്നിട്ടും ഓരോ വർഷവും 1000 ബസ്സുകൾ നിരത്തിലിറങ്ങുന്നു. ഒരു ബസ്സിൽ 32 പേരെ കയറ്റാനാവൂ എന്നാണ് നിയമം. എന്നാൽ പല ബസ്സിലും ഇതിന്റെ ഇരട്ടിയോളം പേരാണ് യാത്ര ചെയ്യുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കാൻ പോലും അധികൃതർ തയ്യാറല്ല. ബസ് വ്യവസായത്തിന്റെ ഇന്നത്തെ അവസ്ഥ സംബന്ധിച്ച് സ്വതന്ത്ര ഏജൻസി പഠനം നടത്തി അന്യായമായ ബസ് ചാർജ് വർധന പിൻവലിക്കണമെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ചെയർമാൻ ടി കെ അസീസ് ഉദ്ഘാടനം ചെയ്തു. സ്വാമി മാസ്റ്റർ പി വി ശിവദാസൻ, പ്രൊഫസർ കെ ദയാനന്ദൻ, ഒ രാജീവൻ, വി ബാലൻ, സഫറുദ്ദീൻ പുല്ലാളൂർ, യു രാമചന്ദ്രൻ, പ്രൊഫസർ ജ്യോതിരാജ്, പി എം ശ്രീകുമാർ, പി ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഓൾ കേരള തൽസമാത് ഫെഡറേഷൻ പ്രസിഡന്റായി സയ്യിദ് മുഹമ്മദ് ജമലുലൈലി KKS തങ്ങളെയും ജനറൽ സെക്രട്ടറിയായി ഒളമംഗലം മുഹമ്മദ് അലി ബാഖവിയെയും തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹുസൈൻ കോയ തങ്ങളാണ് ട്രഷറർ. ഹൈദരലി മുസ്ലിയാർ കൺവീനറായും SPP തങ്ങൾ അഡ്വൈസറായും കൊച്ചി അബ്ദുസലാം സ്റ്റേറ്റ് ഓർഗനൈസറായും തെരഞ്ഞെടുക്കപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാലപൂർവ്വ ശുചീകരണം. കോർപ്പറേഷൻ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ നിന്നും വ്യാപാരികൾ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോക്ക് നിവേദനങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് MP വീരേന്ദ്രകുമാറിന്റെ തെരഞ്ഞെടുപ്പ് തോൽവി UDF ഗൌരവമായി കാണണമെന്ന് സോഷ്യലിസ്റ്റ് യുവജനത സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ. മത്സരിപ്പിച്ചവർക്ക് ജയിപ്പിക്കാനും ബാധ്യതയുണ്ടെന്നും അദ്ദേഹം. അടുക്കളയിൽ നിന്നും അന്യമായ നല്ല ഭക്ഷണവുമായി ഗ്രീൻ വ്യൂ അടുക്കള ഭക്ഷ്യമേള കോഴിക്കോട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.